ലാൻഡ് സ്റ്റാഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക. അങ്ങനെ പോലീസ് ഈ ഡ്രഗ്സിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാർ ചുമതലപ്പെടുത്തുന്ന കോർഡിനേറ്റേഴ്സുമായി ചേർന്ന് ഈ കോടതികളിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രോഡ് കേസുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫ്രോഡലന്റ് ആയിട്ടുള്ള കേസുകൾ, ഇതൊക്കെ കൃത്യമായി അന്വേഷിക്കാനും ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ഉള്ള നടപടികളുണ്ടാകും. അങ്ങനെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നവീകരിക്കപ്പെടാനും ഉള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് നിങ്ങളെ എറണാകുളം പ്രസ് ക്ലബിലെ പത്രപ്രവർത്തകരായ എന്റെ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നവീകരിക്കപ്പെട്ട ഒരു പോലീസായിരിക്കും ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിൽ ഉണ്ടാകുന്നത്. എവിടെങ്കിലും നവീകരിക്കപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നെ അറിയിക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുന്നു. സ്വർണമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ആ മോഡസ് ഓപ്പറാറ്റി ഞങ്ങൾ കേരള പോലീസിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ഇന്റലിജൻസ് ഷെയറിംഗ് ഒക്കെ നടത്തി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ ഉറവിടത്തെ കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നല്ലോ, കേരളത്തിലേക്കുള്ള വരവിന്റെ ഉറവിടത്തെ കുറിച്ച് ആ യോഗത്തിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെ തടയാനുള്ള കോർഡിനേറ്റഡ് എഫർട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതില്ലേ പ്രധാനമായിട്ടും ഈ പണം തട്ടുന്ന ഇപ്പോൾ US ഡോളർ ട്രേഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 500-600 കോടി രൂപയൊക്കെയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം വരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കുന്നത്. അന്വേഷിക്കുന്നത് പക്ഷെ മലയാളികളായ നമ്മളെല്ലാവരും എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്നെ പറ്റിച്ചോ ആരും പറ്റില്ല. ആരെങ്കിലും ബോർഡ് വെച്ച് അവിടെ കൊണ്ട് പെൻഷൻ കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഇടുകയാണ്. എന്നെ എന്തുകൊണ്ട് പറ്റിക്കുന്നില്ലെന്ന് ആളുകൾ ചോദിക്കുന്നത്. എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ്. ഇവരുടെ ക്രെഡിബിലിറ്റി പോലും അന്വേഷിക്കാതെയാണ് ആളുകൾ പണം ഇടുന്നത്. അതെനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഒന്നല്ല, ഞാൻ ഈ ചാർജ് രണ്ടാമത്തെ തവണയാണ് ഹോം മിനിസ്റ്റർ ആവുന്നത്. രണ്ടാമത്തെ തവണ ചാർജ് എടുത്തിരുന്ന വരെ എത്ര കേസുകളാണ്. ഇതൊന്നും പോപ്പുലർ ഫൈനാൻസസ് നാട്ടിൽ എത്രയോ പാവങ്ങളുടെ പണമാണ് തട്ടിയത്. കേസിങ്ങനെ കിടക്കാണ്, കോടതി കിടക്കും, അവിടെ കിടക്കത് ഇങ്ങനെ പോകാം. അവര് വിദേശത്തോ അവിടെയോടെയൊക്കെ ബെയിലെടുത്ത് പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടു കൂടി ഇതിനെ പോലീസ് കാണാൻ ഉദ്ദേശിക്കുന്നത്. വി ആർ ഗോയിങ് ടു ഹാവ് എ സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ ദാറ്റ്. ഈ രാസലഹരിയാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഇത്തരം രാസലഹരിയുടെ വരവ് ഞാൻ ഉദാഹരണം നിങ്ങൾ പറയാം. കാസർഗോഡ് ഒരു ക്ലീനിക് കമ്പനിയുടെ ബോർഡ് വെച്ച് കൂൾ ലിപ്സ് എന്ന ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാം. അതിന്റെ പോലീസ് പരിശോധിച്ചിരുന്നപ്പോൾ അത് ക്ലീനിങ് കമ്പനിയുടെ പേരാണ് എഴുതിയത്. അവിടെ പരിശോധിച്ചിരുന്ന് കണ്ടപ്പോഴാണ് ഒരു മെഷീൻ വെച്ചിട്ട് കൂൾ ലിപ്സ് ഉണ്ടാക്കുന്നത്. ഈ കുട്ടികൾക്ക് കൊടുക്കണം. കുറച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ പുകയിലയുടെ അംശമുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ കഴിയാത്ത സ്കൂളിൽ കൊടുക്കാൻ ലക്ഷക്കണക്കിന് കൂൾ ലിപ്സ് ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുപോലെയുള്ള ഫാക്ടറികൾ വരെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പോലീസ് കണ്ടെത്തി, സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും കൂടെ കണ്ടെത്തിയാണ് ഇതിനെ ഓരോന്നിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാസലഹരിയുടെ പ്രധാന ഉറവിടങ്ങളൊന്നും കർണാടകയാണ്. അവിടുത്തെ സർക്കാർ ഫലപ്രദം അല്ലാത്തത് കൊണ്ടാണോ അവിടെ അങ്ങനെ നിർബാധം ആ ലോബിക്ക് തുടരാൻ കഴിയുന്നത്? കർണാടക മാത്രമല്ല, കേരളവും. അപ്പം നമ്മളതുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിയെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കും അത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കർണാടക ഹോം മിനിസ്റ്റർ പ്രിയങ്ക് ഖാർഗെ 15-ാം തീയതി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഞങ്ങൾ ഇതിനെപ്പറ്റി വളരെ വിശദമായി കേരള പോലീസും അദ്ദേഹം സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇത് കാസർഗോഡ് വളരെ അത്ഭുതമായിരുന്നു. കൂൾ ലിപ്സ് അത് വിദേശത്തേക്കും കർണാടകത്തിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഈ കുട്ടികൾക്ക് സ്കൂളിൽ ലഹരി മുട്ടായി അത് ഈ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. ഓൺലൈനിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കാൻ ആലോചിക്കുകയാണ്. എന്ത് മര്യാദകളാണ് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഈ പോലീസിന്റെ മുഖം മാറ്റുന്നത് താങ്കൾ പറയുമ്പോഴും വ്യാജ പോക്സോ കേസിൽ കസ്റ്റഡിയിലെടുത്ത ആൾക്ക് ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു. അതേസമയം പെരുമ്പാറു പോലുള്ള സംഭവങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ കഞ്ചാവ് വിൽപ്പന എന്ന് ആരോപിച്ച് തല മുട്ടിടിക്കുന്നു. എങ്ങനെയാണ് ഇത് പോലീസിനെ മാറ്റുന്നത് താങ്കൾ ഇപ്പോൾ പറയാൻ കഴിയുക? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ദിവസമായിട്ട് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോയിട്ട് ഒരു അതിക്രമം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. പെരുമ്പാറിനുണ്ടായ നാട്ടുകാർ ചേർന്നു അതൊന്നും അംഗീകരിക്കത്തില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ചെയ്തവരുടെ പേര് നടപടിയെടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അതിക്രമം ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇന്ന് തന്നെ കോഴിക്കോട് കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന 4 കുപ്രസിദ്ധ ഗുണ്ടകൾ പോലീസ് പിടിച്ചു.
ചാലിശ്ശേരി എന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയത് മാവൂരി വെച്ച് എനിക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഇപ്പൊ ഇൻഫർമേഷൻ. പോലീസ് 4 ലോഡഡ് റൈഫിൾ പോലീസിനെതിരെ ചൂണ്ടി, എന്നിട്ട് ചെറിയ നാടൻ ബോംബ് എറിഞ്ഞു. എന്നിട്ട് പോലീസ് സമർത്ഥമായി ആ 4 പേരെ പിടിച്ചു. വാർത്തകൾ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. 4 പേരെയും പിടിച്ചു. കേരള പോലീസ് അതിനൊക്കെ വളരെ സമർത്ഥരായ പോലീസാണ്. ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം അതിങ്ങനെ അതിക്രമങ്ങൾ കാണിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് എല്ലാ സ്ഥലത്തും. എവിടെയെങ്കിലും ഐസൊലേറ്റഡ് ഇൻസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പേര് നടപടിയെടുക്കാറുള്ളൂ. പോലീസിന്റെ പ്രധാന പരാതി എന്ന് പറയുന്നത് ഒന്ന് ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കാൻ പറ്റത്തില്ല, പലപ്പോഴും VIP ഡ്യൂട്ടി ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സിറ്റിയിൽ അടക്കമുള്ള പ്രധാന പരാതി എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെ കേസുകൾ കെട്ടിക്കിടക്കാനുള്ള പ്രധാന കാരണം അതായിട്ട് മാറുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇനിയുള്ള കാലത്ത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും പൈലറ്റും എസ്കോർട്ടും എനിക്കും അതുള്ളൂ. ഞങ്ങൾക്ക് 52 വണ്ടിയോ ആംബുലൻസ് ഉണ്ട്, ഞങ്ങളുടെ പോയില്ല. ആ പ്രശ്നം ഇപ്പൊ ഏതായാലും ഇല്ല. ഇല്ലാത്ത നേരത്തെ ഉള്ള കാര്യം ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കും. ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ട് പോലും പരാതി എടുക്കാത്ത പോലീസാണോ കേരളത്തിലുള്ളതെന്നും കമ്മീഷണർ ആഭ്യന്തരമന്ത്രിയെ പറ്റിച്ചെന്നും ഒരു താരത്തിന് തന്നെ പരസ്യമായി പറയേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? പറയണ്ടോ? കമ്മീഷണർ എന്നെ പറ്റിക്കുന്നു. നടി അൻസിബ പറഞ്ഞതാണ്. അതായത് ആര് പറഞ്ഞാലും വസ്തുത എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 3 കേസ് അവര് പറഞ്ഞിട്ട് 3 കേസ് അതിനെപ്പറ്റി അന്വേഷണം നടക്കുകയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലായിരുന്നു, ആഭ്യന്തരമന്ത്രിക്ക് കേസിന്റെ അന്വേഷണത്തിൽ ഇടപെടാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടല്ല ആഭ്യന്തരമന്ത്രി ആവുന്നത്. അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി ഇടപെടാറില്ല. കേസ് അന്വേഷിക്കേണ്ടത് പോലീസാണ്. അവരാദ്യം പ്രിലിമിനറി എൻക്വയറി നടത്തിയപ്പോൾ അതിനകത്ത് വലിയ കാര്യം അവർ കണ്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം 3 FIR ഉണ്ട്. പിന്നെ അന്വേഷണം നടക്കുന്നത്. എല്ലാ ദിവസവും ഇത് വെറുതെ വാർത്തയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. സ്റ്റേഷനിൽ വന്നിട്ടും നീതി തേടി എന്തുകൊണ്ടാണ് കോടതിയിൽ പോകേണ്ടി വരുന്നത്? ചില കേസുകളിൽ പെറ്റീഷനുകൾക്ക് തൃപ്തിയില്ലെങ്കിൽ അവർക്ക് കോടതി പോകാമല്ലോ. ചില പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ അതിന് കാര്യത്തിലൊക്കെ അവർ അന്വേഷിക്കത്തില്ല. ആഫ്റ്റർ പ്രിലിമിനറി എൻക്വയറി ഉള്ളിൽ തേക്കാൻ രജിസ്റ്റർ FIR. അപ്പൊ അതുകൊണ്ട് കോടതി പോകാമല്ലോ. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അത്രയും ശക്തമാണ്. കോടതി പോകാൻ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയുണ്ട് ഇന്ന് 500 കോടിയുടെ തട്ടിപ്പാണ് SITക്ക് മൊഴി നൽകുകയുണ്ട്. അതിന്റെ അവസ്ഥ എന്താണ്? അല്ല, അന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അന്ന് ആ വിവരം തന്നെയാണ് എന്റെ ഡീറ്റെയിൽസ് ഞാൻ അന്ന് SIT കൊടുത്തു. As far as I am concerned, my duty is over. അവിടെ കൊണ്ടുവിടും. പിന്നെ SIT അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ മനസ്സിലാക്കി. അന്വേഷിച്ചപ്പോൾ അതിൽ കടമ്പില്ല എന്നാണ് കണ്ടെത്തിയതെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഒരു സിറ്റിസൺ എന്ന നിലയിൽ എന്നോട് ഒരു ഉത്തരവാദിത്വപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ I thought that it is my bounden duty to approach the SIT and give the details. ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് SIT ആണ്. അവിടെ അത്ര SIT കോടതിയുടെ SIT പോലീസ് അല്ല നോക്കുന്നത്. ഞങ്ങളത് നോക്കാറില്ല. എന്റെ അടുക്കൽ റിപ്പോർട്ട് ആവശ്യമില്ല. കോടതി മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു അന്വേഷണമാണ്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കേസുകൾക്ക് പിൻവലിക്കാൻ പ്രയാസമാണ്, കോടതിയിലാണ്. ചില കേസുകൾ പിൻവലിക്കാൻ പറ്റും. അതിനെ പറ്റിയുള്ള പരിശോധന നടത്തും. സിനിമാ മേഖലയിലെ പരിശോധനകളെ സംബന്ധിച്ച് നമ്മൾ കമ്മീഷണർ നമുക്ക് പറഞ്ഞിരുന്നു, സെറ്റുകളിലൊക്കെ ഷാഡോ പോലീസിനെ വിന്യസിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പരിശോധനകൾ തുടങ്ങിയോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും നമ്മൾ ഇതിനോടൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? തുടങ്ങിയോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പെരുമ്പാവൂർ സംഭവം എല്ലാവരും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ആഭ്യന്തരമന്ത്രി എന്നതിൽ കൃത്യമായി തന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടു. ജയിക്കാൻ അത് ചൂണ്ടിക്കാണിക്കാം, പോലീസിനോട് വിളിച്ചു പറയാം. അല്ലാണ്ട് അവർ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. ഈ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഈ ലഹരി നൽകുന്നവർ കുറഞ്ഞ കാലത്ത് ശിക്ഷയ്ക്ക് ശേഷം വീണ്ടും ഇറങ്ങിയിട്ട് അതേ പരിപാടി നടത്തുന്നത് നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അത് മറികടക്കാൻ എന്താണ് ചെയ്യുന്നത്? അത് മറികടക്കണമെങ്കിൽ NDPS ആക്ടിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യുന്നത്. ഞാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടെത്തി കാര്യം പറയാനിരിക്കുകയാണ്. നമ്മുടെ MP-മാര് പാർലമെന്റിൽ ഉന്നയിക്കാതെ ഓമലൂരിലെ മാസ്റ്റർ ബാലവേല വിഷയത്തിൽ
നഷ്ടമുള്ള ഭീമി വാഴക്കുട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വീണ്ടുവരികയാണ്. അവിടെ കുട്ടികൾക്കിടയിൽപ്പെടുത്തുകയായിരുന്നു വാഗ്ദാനങ്ങൾ നൽകിയാണ് അങ്ങനത്തെ ടീച്ചറുകൾ അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായത്. അതുമായിട്ടുള്ള അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം. ഒരു ഇൻഡിവിജ്വൽ കേസിൽ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. അല്ല മിനിസ്റ്റർ, അക്കാര്യത്തിലെ ഒരു ലൈവത്തോളം വെച്ചപ്പോൾ മിനിസ്റ്റർ ബന്ധപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ. പക്ഷെ അന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വിഷയം. എനിക്ക് അറിയാൻ പാടില്ലാത്ത ഞാൻ കേരളത്തിൽ 100 കണക്കിന് കേസുകൾ ഓരോ ദിവസം രജിസ്റ്റർ ചെയ്യും. നിങ്ങൾ അങ്ങനെ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ 10 കേസ് പരിശോധിച്ചിട്ട് പറയാം. കേരളത്തില് പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ. അവിടെ തന്നെ ഈ ആധാർ അഭ്യർത്ഥിക്കുന്ന ഒരുപാട് പോലീസിന്റെ ഒരു പ്രത്യേകത എന്താണ്? കാരണം ഭീകരന്മാരൊക്കെയുള്ള പെരുമ്പാവൂരിനെതിരെ എടുത്തിട്ടുണ്ടാവും. അതിന്റെ പ്രത്യേക പെരുമ്പാവൂർ പായിപ്പാട് ഇന്റർനാഷണൽ ടു ഇമ്പോർട്ടന്റ് പ്ലേസസ് മൈഗ്രേഷൻ ലേബറേഴ്സ് അത് ഞങ്ങളുടെ പോലീസ് നിരീക്ഷണം. മിനിസ്റ്റർ, അതുപോലെ തന്നെ ഈ ലഹരിക്കെതിരെ നമ്മളൊരു പോരാട്ടം നടക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഭീകരവാദ ബന്ധമുള്ള ആളുകളുടെ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് ശരിവെക്കപ്പെട്ടവരിൽ മലയാളികളുണ്ട്. അതിനെയെല്ലാം എങ്ങനെയാണ് നമ്മൾ ആഭ്യന്തര വകുപ്പ് കാണുന്നത്? അതിനൊക്കെ നമുക്ക് പ്രത്യേക ടാസ്ക് ഫോഴ്സുകളുണ്ട്. നമ്മൾ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുണ്ട്. അതിന്റെ എല്ലാ വിവരങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. ഐ നോ എവരിതിങ്. എനിക്ക് പറയാൻ പാടില്ല പല കാര്യം. പോലീസിന്റെ വെബ്സൈറ്റ് പബ്ലിക്കിന് വിവരങ്ങൾ കിട്ടാനുള്ളതാണ്. അത് കുറെ നാളായിട്ട് ഹാങ്ങാണ്. നമ്മൾ കയറി കഴിഞ്ഞ വിവരങ്ങൾ കിട്ടുന്നില്ല. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പോലീസിന് സംസാരിക്കും. തീർച്ചയായും വിവരങ്ങൾ ഒന്നും കിട്ടുന്നില്ല. തീർച്ചയായും ഇന്നലെ സാബരിയുടെ വീട്ടിലെത്തിയിരുന്നല്ലോ. സാബരിയുടെ വീട്ടിലേക്ക് കൊല്ലപ്പെട്ട സാബരി അവിടെ ബന്ധുക്കൾ പ്രധാനമായിട്ട് ഉന്നയിച്ച ആരോപണമായിരുന്നു നിർബന്ധിത മതപരിവർത്തനത്തിനെതിരാണ്. എന്താണ് ബന്ധുക്കളുടെ ആശങ്കയോടെ? അത് ആ കേസ് ഞാൻ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഇവിടെ ഉത്തരവ് കൊടുത്തു. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് എന്റെ മണ്ഡലം കൂടാണ്. ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരെന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് തന്നെ ADGP ക്രൈംസ് H. വെങ്കടേശനെ വിളിച്ച് സംസാരിച്ചു. ഇന്ന് ഞാൻ അത് ഓർഡർ കൊടുത്തു, ഉത്തരവ് കൊടുത്തു. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അപ്പൊ ഇതൊക്കെ അതിനകത്ത് അന്വേഷിക്കും. ഈ വിഴിഞ്ഞം പോലുള്ള വിഷയത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ UDF-ഉം കോൺഗ്രസ് ലീഡർഷിപ്പും മൊത്തത്തിൽ അറിയേണ്ടതാണോ? അല്ല, ക്യാബിനറ്റ് കൂടിയിട്ടല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനകത്തിപ്പം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. വിഴിഞ്ഞം ഓഹരി സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. ഗവൺമെന്റ് അറിയാതെ അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. ക്യാബിനറ്റിൽ കൂടി തീരുമാനിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ സുകുമാരക്കുറുപ്പിന്റെ കേസിൽ ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നു. 2017 സമർപ്പിച്ച റിപ്പോർട്ട് അത് പിന്നീട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നൽകിയ റിപ്പോർട്ട് പോലും പുറത്തേക്ക് വന്നില്ല എന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടും അടക്കമുള്ള സഹായം സുകുമാരക്കുറുപ്പിന് ലഭിച്ചുവെന്നും അദ്ദേഹത്തിന്റെ അവസാനം ട്രേസ് ചെയ്തപ്പോൾ ഗൾഫിലാണ് എന്നുള്ളത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇപ്പൊ ആ കേസ് വീണ്ടും വരികയാണല്ലോ. പരിശോധിക്കാതെ പറയാം. എത്രയും വർഷങ്ങൾ അല്ല, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.